Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അനലിറ്റിക്കൽ സ്കിൽസ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് CUET PG 2023 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് എയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഒരു സീരീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ലുക്ക് അറ്റ് ദ സീരീസ് 1 2 2 4 6 1 2 2 not 4 1 not 2 and 34. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ടേം ഏതായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എന്ത് ടൈപ്പ് ഓഫ് സീരീസ് ആണ്, ഒരു നമ്പർ സീരീസ് ആണ്. അപ്പൊ ജസ്റ്റ് ആ ഒരു സീരീസ് ഒന്ന് റീറൈറ്റ് ചെയ്യുന്നുണ്ട്. 1 2 2 4 6 1 2 2 not 4 1 not 2 നെക്സ്റ്റ് 34 ആണ്. നോക്കാം, 1224 അതിന്റെ പകുതിയാണ് തീർച്ചയായിട്ടും 612 അല്ലെങ്കിൽ 612 വരുന്നത്. ദാറ്റ് മീൻസ് ഇൻറ്റു 1/2 എന്ന് പറഞ്ഞോട്ടെ, 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ഒരു ടൈമിലോട്ട് എത്തുന്നത്. ഇനി ജസ്റ്റ് നോക്കാം, 612ന്റെ 1/3 ആണ്. അതായത് 612 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് 204 കിട്ടുന്നത്. അതായത് ഇൻറ്റു 1/3 എന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു പ്രൊഡക്റ്റ് സീരീസ് ആണ്. അതുപോലെ തന്നെ ഒരേ ടേം അല്ല എന്ത് ചെയ്യുന്നത്, അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത് ഡിഫറെന്റ് ടേംസ് ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നോക്കാം, 204 നിന്ന് 102 എത്തുമ്പോൾ ജസ്റ്റ് നമുക്കറിയാം ഇതൊരു 4ന്റെ പകുതിയാണ് 102. ദാറ്റ് മീൻസ് ഇൻറ്റു 1/2 അല്ലെ, ഹാഫ് ആണ് എടുക്കുന്നത്. നെക്സ്റ്റ് ഇൻറ്റു 1/3 ആണ്. അതായത് ഇൻറ്റു 1/2 ഇൻറ്റു 1/3 ഇൻറ്റു 1/2 ഇൻറ്റു 1/3 ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ലാസ്റ്റ് 1/3 ആണ് വന്നത്. അതായത് 102ന്റെ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 34 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്ത് വരും, ഇൻറ്റു 1/2 വരും. അതായത് 34ന്റെ പകുതി എന്ന് പറയുന്നത് 17 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ റോ ഓഫ് സ്റ്റുഡൻസ് ദ പൊസിഷൻ ഓഫ് വികാസ് ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദി റോ ഈസ് 18. ഇപ്പൊ വികാസിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് 18 ആണ്. ആൻഡ് ദ പൊസിഷൻ ഓഫ് വികാസ് ഫ്രം ദി റൈറ്റ് സൈഡ് ഓഫ് ദി റോ ഈസ് 38. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് ഓൾമോസ്റ്റ് 38 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി റോ. ആ റോയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയായിരിക്കും എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ജസ്റ്റ് നോക്കാം, ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ ജസ്റ്റ് രണ്ടും കൂടി ആഡ് ചെയ്യാം. 18 + 38. അപ്പൊ 18 + 38 എന്ന് പറയുമ്പോൾ 48 56 വരും, -1. അപ്പൊ 56 - 1 എന്ന് പറയുമ്പോൾ ടോട്ടൽ ആളുകൾ 55 ആയിരിക്കും. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് മെയിൻ ആയിട്ട് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കൺക്ലൂഷൻ ട്രൂ ആണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട്, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നോക്കാം. നോ കൺട്രി ഈസ് അബ്സല്യൂട്ട്ലി സെൽഫ് ഡിപ്പെൻഡന്റ് ദീസ് ഡേയ്സ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കാം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഗ്രോ ആൻഡ് പ്രൊഡ്യൂസ് ഓൾ ദാറ്റ് എ കൺട്രി നീഡ്സ്. അതായത് തീർച്ചയായിട്ടും ആ ഒരു കാര്യം പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് ഒരു കൺട്രിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, മറ്റുള്ള കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് തീർച്ചയായിട്ടും ഫസ്റ്റത്തെ കൺക്ലൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, മാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ കൺക്ലൂഷനിലോട്ട് വരാണ്, ദ പീപ്പിൾ ഓഫ് ദി കൺട്രി ഇൻ ജനറൽ ഹാവ് ബിക്കം ലേസി. അങ്ങനെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ എത്താൻ കഴിയുന്നുണ്ടോ? പീപ്പിൾ ലേസി ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ള കൺട്രികളെ ആശ്രയിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ സെൽഫ് ഡിപ്പെൻഡന്റ് അല്ലാത്തത് എന്ന് ആ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നില്ല, തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് എന്നുള്ളതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6 friends അരുൺ, ബബിത, ചന്ദ്ര, ദീപിക, ഏക്ത ആൻഡ് ഫാരിയ ആർ സിറ്റിംഗ് ഇൻ എ റോ ഫേസിംഗ് ടുവേർഡ്സ് നോർത്ത്. അപ്പൊ ഏകദേശം എത്ര ആളുണ്ട്, 6 ആളുകളുണ്ട്. ഓക്കെ, നോർത്തിലോട്ടാണ്. ദാറ്റ് മീൻസ് ഒരു ഫ്രണ്ടിലോട്ടാണ് ജസ്റ്റ് ഫേസ് ചെയ്തിരിക്കുന്നത്. എന്ത് ചെയ്യാ, നിങ്ങൾ മൈൻഡ് ചെയ്യാ. ചന്ദ്ര ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ അരുൺ ആൻഡ് ഏക്ത. ഓക്കെ, അരുണ് അതുപോലെ തന്നെ ഏക്ത, അവരുടെ ഇൻ ബിറ്റ്വീൻ ആണ് ആരിയിരിക്കുന്നത്, ചന്ദ്ര ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ദീപിക ഈസ് നോട്ട് അറ്റ് ദി എൻഡ്. അപ്പൊ ഇവിടെയും ദീപിക വരാൻ വേണ്ടി കഴിയില്ല, അതുപോലെ തന്നെ ഇവിടെയും ആര് വരാൻ വേണ്ടി കഴിയില്ല, ദീപിക വരാൻ വേണ്ടി കഴിയില്ല. കാരണം രണ്ട് എൻഡ്സിലും ആരില്ല, ദീപിക ഇല്ല എന്ന് പറയുന്നുണ്ട്. ബബിത ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ടു ഏക്ത. ഏക്തയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലോട്ടാണ് തീർച്ചയായിട്ടും ബബിത വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു പോയിന്റ് തന്നെ നമുക്ക് കുറച്ച് ഡാറ്റാസ് കിട്ടും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കാം, ഈ ഒരു കേസ് ഞാൻ നോക്കുകയാണ്. ഇവിടെ എനിക്ക് 2 കേസസ് ആണ് പോസിബിൾ. ഒന്നിക്ക് എ സി വന്നു, ഇവിടെ ഇ വന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇ വന്നു, ഇടയിൽ സി വന്നു, പിന്നെ എ വന്നു. ഓക്കെ, ഈ രണ്ടാമത്തെ കേസ് നോക്കുന്ന സമയത്ത് ഇവിടെ ഇന്റെ തൊട്ടറായിട്ടിൽ ആരാ വരുന്നത്, സി, അതായത് ചന്ദ്രയാണ് വരുന്നത്. അങ്ങനെ ഒരു കേസ് പോസിബിൾ ആണോ? തീർച്ചയായിട്ടും അല്ല. കാരണം നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏക്തയുടെ തൊട്ടറായിട്ടിലായിട്ട് ആര് വരണം,
ബബിത വരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് പോസിബിൾ അല്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കേസ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഞാൻ ഇത് മായ്ക്കുന്നുണ്ട്, കാരണം നമുക്ക് അതിന്റെ എക്സാക്ട് കേസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, താഴത്ത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം, ബീനെയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഈന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എയുടെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ആര് വരുന്നുണ്ട്, ബബിത വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് കാര്യം പറയുന്നത് ഭാര്യ ഈസ് നോട്ട് അറ്റ് ദ റൈറ്റ് എൻഡ്. അപ്പൊ റൈറ്റ് എൻഡിൽ ആരും വരാൻ വേണ്ടി പറ്റില്ല, ഭാര്യയും വരാൻ വേണ്ടി പറ്റില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് 4 പേര് അടുപ്പിച്ച് എങ്ങനെയൊക്കെയുള്ള ഓർഡർ കിട്ടി, ACEB എന്നായിരിക്കും അല്ലെ. ഞങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ, ACEB ഈ രീതിയിൽ കൊടുക്കാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒന്നിക്ക് അങ്ങനെയാണെങ്കിൽ D ഇവിടെ വരും, D ഇവിടെ വരും. ആ 2 കേസും എന്തല്ല നമ്മളെ സംബന്ധിച്ച് പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ കൊടുത്താലോ, ACEB. ഓക്കെ, ഇവിടെ D വരാൻ വേണ്ടി കഴിയില്ല. അങ്ങനെയാണെങ്കിൽ D നെ ഇവിടെ കൊടുക്കാം. ലാസ്റ്റ് എൻഡിൽ ആരായിട്ട് വരും, F ആയിട്ട് വരും. ഓക്കെ ആണല്ലോ. ഈ ഒരു പ്ലേസിൽ D വന്നിട്ടില്ല, ഓക്കെ ആണ്, ഇവിടെ F ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്ലേസിൽ Dയും F ഉം വന്നിട്ടില്ല, അത് ഓക്കെ ആണ്, ഇവിടെ B ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, എക്സാക്ട്ലി ആ ഒരു കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് നമുക്ക് ആ ഒരു അറേഞ്ച്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കാം, ഹു ഈസ് അറ്റ് ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ദിബില. ദിബിലയുടെ ജസ്റ്റ് ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാ വരുന്നത്, A ആണ്. A മീൻസ് അരുൺ ആണ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ അരുൺ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് നമ്മൾ വരികയാണ്. ഇഫ് ഫോർ ഈച്ച് നമ്പർ ഇൻ ദ ഗിവൺ ഓപ്ഷൻ all their digits are arranged in descending order. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുതിലോട്ടാണ് അല്ലെ. അസെൻഡിങ് എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലോട്ടും, ഡിസെൻഡിങ് എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുതിലോട്ടുമാണ്. വിച്ച് among the following corresponds to the smallest number. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോന്നിനെയും എന്ത് ചെയ്യാണ്, ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാണ്. ഇത് ഓൾറെഡി ഡിസെൻഡിങ് ഓർഡറിലാണ് വന്നിട്ടുള്ളത്. 865 ഇവിടെ ഞാൻ 864 എന്നാക്കും. ഇവിടെ 953 അല്ലെ, ഡിജിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെ 876 വരും. അപ്പോ ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാ വരുന്നത്, 865 864 ആണ് ഏറ്റവും സ്മോളസ്റ്റ് വരുന്നത്. ബാക്കിയൊക്കെ അതിനേക്കാളും വലിയ ടേംസ് ആണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ 2 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോഡ് ദ ഗിവൺ വേർഡ് യൂസിംഗ് ദ ടേബിൾ ആൻഡ് ദ കണ്ടീഷൻസ് ഗിവൺ ബിലോ. അപ്പോ താഴെ തന്നിരിക്കുന്ന വേർഡ് ആ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് കോഡ് ചെയ്യാനാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ നോക്കിക്കോ. ഇഫ് ദ ഫസ്റ്റ് ഡിജിറ്റ് ഈസ് ഈവൺ ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ് ഈസ് ഓഡ്, ഇന്റർചേഞ്ച് ദ കോഡ് ഓഫ് ദീസ് 2 ഡിജിറ്റ്സ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്കൊരു വേർഡ് തന്നു. ആ വേർഡില് ഫസ്റ്റത്തെ ഡിജിറ്റും അതുപോലെ തന്നെ ലാസ്റ്റത്തെ ഡിജിറ്റും, അല്ലെങ്കിൽ ആ 2 നമ്പേഴ്സ് എന്താണ്, രണ്ടും ഫസ്റ്റത്തത് ഈവണും അതുപോലെ തന്നെ ലാസ്റ്റത്തത് ഓടും ആണെന്ന് വിചാരിച്ചോ നിങ്ങൾ തന്നിരിക്കുന്ന വേർഡില്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അവരുടെ കോഡ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാനാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ത് ചെയ്യുന്നത് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ നോക്കാം. ഇഫ് ദർ ഈസ് നോ ആൽഫബറ്റ് ഇൻ ദ വേർഡ്, ഇന്റർചേഞ്ച് ദി കോഡ് ഓഫ് ആ ഒരു പെർസെന്റേജ് സൈനും അതുപോലെ തന്നെ ആൻഡും. അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു വേർഡിൽ, കോഡ് ചെയ്യാൻ തന്നിരിക്കുന്ന വേർഡിൽ ഒരു ആൽഫബറ്റ് പോലും ഇല്ലെങ്കിൽ, അതായത് നമ്പേഴ്സും സിമ്പിൾസും മാത്രം ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ 2 സിമ്പിൾസിന്റെ കോഡ് എന്ത് ചെയ്യണം, ഇന്റർചേഞ്ച് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് കണ്ടീഷനിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് തന്നിരിക്കുന്ന കോഡ് വേർഡ് നോക്കുകയാണ് 8, ആ ഒരു പെർസെന്റേജിന്റെ സിമ്പിൾ, അതുപോലെ തന്നെ ആൻഡ് 9. അങ്ങനെയാണെങ്കിൽ 8ന്റെ കോഡ് എന്താ വരിക, 8ന്റെ കോഡ് നോക്കിക്കോ 6 ആണ്. 8ന്റെ കോഡ് 6 ആണ്. പെർസെന്റേജിന്റെ ഡോളറിന്റെ ഒരു സിമ്പിൾ ആണ്. നെക്സ്റ്റ് ആൻഡ് നോക്കിക്കോ, ആൻഡിന്റേത് D ആണ്. നെക്സ്റ്റ് 9ന്റെ കോഡ് നോക്കുന്ന സമയത്ത് ഹാഷ് ആണ്. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു വേർഡിന്റെ തുടക്കത്തിൽ ഈവണും ലാസ്റ്റ് ഓടും ആണെങ്കിൽ അല്ലെ, ഫസ്റ്റ് ഡിജിറ്റ് ഈസ് ഈവൺ, ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് ഈവൺ ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡിജിറ്റ് ഓടും ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് നിങ്ങളുടെ കോഡ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ കോഡ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്തു, ഇതിങ്ങോട്ടും ഇതിങ്ങോട്ടേക്കും വന്നു കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത കാര്യം പറയുന്നത് ആൽഫബറ്റ് ഇല്ലെങ്കിൽ, ഇവിടെ ആൽഫബറ്റ് ഉണ്ടോ, ഇവിടെ ഒറ്റൊന്നും ആൽഫബറ്റ് അല്ല, നമ്പേഴ്സും സിമ്പിൾസും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും ഈ 2 എന്ത് ചെയ്യണം, ജസ്റ്റ് ഇവിടെ നോക്കാം 2 ഇന്റർചേഞ്ച് ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 2 നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ ഹാഷ് ആണ് ഫസ്റ്റ്, പിന്നെ D വന്നു, പിന്നെ ഡോളറിന്റെ സിമ്പിൾ വന്നു, പിന്നെ R വന്നു. അപ്പൊ ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Given below are 2 statements, one labeled as assertion and other is labeled as reason. അപ്പൊ നമുക്ക് അസേഷൻ നോക്കാം, റീസൺ നോക്കാം. ആ അസേഷന്റെ കറക്റ്റ് റീസൺ ആണോ തന്നിരിക്കുന്ന R എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ചെക്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഫസ്റ്റ് അസേഷൻ നമ്മൾ ജസ്റ്റ് നോക്കാം. ഫ്രീക്വന്റ് എർത്ത്ക്വേക്ക് ഒക്കേഴ്സ് ഇൻ ഹിമാലയൻ മൗണ്ടൻ റേഞ്ച്. അപ്പൊ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചിൽ ഫ്രീക്വന്റ് ആയിട്ട് എർത്ത്ക്വേക്കുകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അത് ട്രൂ തന്നെയാണ് അല്ലെ. ഹിമാലയൻ മൗണ്ടൻ റേഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീക്വന്റ് ആയിട്ട് എർത്ത്ക്വേക്സ് അല്ലാന്നുണ്ടെങ്കിൽ ഭൂമിക്കുലുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അതിന്റെ റീസൺ, അപ്പൊ എന്താണെന്നെങ്കിൽ അസേഷൻ എന്താണ്, ട്രൂ ആണ്. ഞാൻ ഇതിന്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നത്, റീസൺ ട്രൂ ആണെന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ദ ഹിമാലയൻ മൗണ്ടൻ റേഞ്ച് ഈസ് റിലേറ്റീവ്ലി യങ് ആൻഡ് ഈസ് സ്റ്റിൽ ഗ്രോയിങ്. തീർച്ചയായിട്ടും ജിയോളജിക്കൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജിയോളജിക്കൽ പെർസ്പെക്ടീവിൽ നോക്കുകയാണെങ്കിൽ ഹിമാലയൻ മൗണ്ടൻ റേഞ്ച് എന്താണ്, വളരെ യങ് ആണ്. അതുപോലെ തന്നെ അത് ഗ്രോ ചെയ്യുന്നുണ്ട് നിലവിൽ. തീർച്ചയായിട്ടും ആ ഒരു റീസണും എന്താണ്, കറക്റ്റ് ആണ്. അപ്പോ നിങ്ങൾക്കറിയാം ഈ
മൗണ്ടൻസിലൊക്കെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ സംബന്ധിക്കുന്നത് മെയിൻ ആയിട്ട് പ്ലേറ്റിനെ ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ എന്തിനും കാരണമാവുന്നുണ്ട്, അത് എർത്ത് കോക്സിനും കാരണമാവുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു റീസൺ എന്താണ്, കറക്റ്റ് ആയ എർത്ത് കോക്കുമായി കറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അസേഷന്റെ റീസൺ ആണെന്ന് നമുക്കത് പറയാൻ വേണ്ടിയിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് both A and R are true and R is the correct explanation of A എന്നുള്ളത് ആയിരിക്കും. ഓക്കെ, ഹിമാലയൻ റേഞ്ച് ഒക്കെ സിസ്മിക്കലി ഭയങ്കര ആക്റ്റീവ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് നമ്മൾ പോവാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദ ഗിവൺ ഫിഗർ. ഓക്കെ, കുറച്ചെങ്കിലും കുഴപ്പിക്കുന്ന, അതായത് സംഭവം വലിയ ഡിഫിക്കൽറ്റി ക്വസ്റ്റ്യൻ ഒന്നുമില്ല, പക്ഷെ കുറച്ചെങ്കിലും നമുക്ക് കൺഫ്യൂസിംഗ് ആയി ഫീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് എക്സാം സിനാരിയോസിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു പിക്ചറിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളോട് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഞാൻ ഈ ചെറിയ ചെറിയ ട്രയാങ്കിളിന് മാത്രം നെയിം ചെയ്യാണ്. ഓക്കെ, ഈ ചെറിയ ട്രയാങ്കിളിന് മാത്രം കേട്ടോ. 3, 4, 5, 6. ഓക്കെ, എത്ര ട്രയാങ്കിൾ ഉണ്ടെന്നുള്ളത് ഞാൻ ജസ്റ്റ് എണ്ണാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ ഓരോ ചെറിയ ചെറിയ ട്രയാങ്കിൾ, അതായത് ഇപ്പൊ 1 എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രയാങ്കിൾ മാത്രം, ആ രീതിയിൽ 2 എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രയാങ്കിൾ മാത്രം, അങ്ങനെ ചെറിയ ചെറിയ ട്രയാങ്കിൾ മാത്രം നോക്കുകയാണ്. 1, 2, 3, 4, 5, 6 ഒക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് 6 ട്രയാങ്കിൾ കിട്ടി. ഇനി ഞാൻ നെക്സ്റ്റ് ഒരു ട്രയാങ്കിൾ പറയാണ്, ഏതൊക്കെയാ? 1 + 2, 1 + 2 അതൊരു ട്രയാങ്കിൾ ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യാലോ. നെക്സ്റ്റ് അടുത്തൊരു ട്രയാങ്കിൾ പറയാണ് ഞാൻ 2 + 3. ഓക്കെ, നെക്സ്റ്റ് 3 + 5. ഓക്കെ, 2 + 3 + 5. ഓക്കെ, 2 + 3 + 5 എന്ന് പറയുമ്പോൾ ഈ ഒരു ടോട്ടൽ ഹാഫ് മൊത്തം എന്തെയും ആ ഒരു ട്രയാങ്കിളിൽ വരും. ഓക്കെ, അപ്പൊ നമ്മൾ 1 + 2 ചെയ്തു, 2 + 3 ചെയ്തു, അതുപോലെ തന്നെ 2 + 3 + 5 ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ മൊത്തമായിട്ട് ചെയ്യാം അല്ലെ. അതിൽ അതൊക്കെ വരും 3 + 5 + 6 + 4 വരും. നെക്സ്റ്റ് 3 + 4 നമുക്ക് ഒരു ട്രയാങ്കിൾ ചെയ്യാൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടില്ല 3 + 4. ഓക്കെ, എങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു കൺഫ്യൂസിംഗ് ആവാനുള്ള ആ ഒരു സിനാരിയോ നമുക്ക് ഒഴിവായി കിട്ടും. ഓക്കെ, 3 + 4 നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് 4 + 6 എഴുതാലോ അല്ലെ. 4 + 6 എഴുതാം. നെക്സ്റ്റ് നമുക്ക് 4 + 1 എഴുതാം. 4 + 1 എഴുതാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് 1 + 4 + 6 എഴുതാം. ഇപ്പൊ ജസ്റ്റ് എത്രയായി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഓക്കെ, 15 ട്രയാങ്കിൾസ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. എല്ലാ ട്രയാങ്കിൾസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജസ്റ്റ് നോക്കാം. ഞാൻ ആദ്യം ചെയ്തത് എന്താണ്, ജസ്റ്റ് അതിനെ ഓരോ സ്മോൾ ട്രയാങ്കിൾസിനും എന്ത് ചെയ്തു, ജസ്റ്റ് നമ്പർ ചെയ്തു. ഓക്കെ, ആ രീതിയിൽ ചെയ്ത സമയത്ത് കൺഫ്യൂസിംഗ് അല്ലാതെ കാര്യങ്ങൾ എന്ത് ചെയ്യാതെ ഫുള്ള് വരച്ച് നോക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും. അതിന് വെച്ച് ഇങ്ങനെ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ 6 ചെറുത് നമ്പർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ 1, 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ 2ഉം 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് കിട്ടും. അടുത്ത 3ഉം 5ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1 കിട്ടും. അടുത്ത 2 + 3 + 5, അതായത് ഈ ഒരു ഡയഗണലിന്റെ മുകളിലുള്ള ആ ഒരു വോൾ പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രയാങ്കിൾ ആക്കിയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് 3 + 5 + 4 + 6, അതായത് ഈ ഒരു ഡയഗണലിന്റെ താഴെയുള്ള ഏരിയ നമുക്ക് ടോട്ടൽ ആയിട്ട് ഒരു ട്രയാങ്കിൾ ആക്കിയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് 3 + 4, ഈ ഒരു ഏരിയ മാത്രം അല്ലെ, അത് നമുക്ക് ഒരു ട്രയാങ്കിൾ ആക്കി കൺസിഡർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് 4 + 6, ഈ ഒരു താഴെയുള്ള ഏരിയ ആണ് 4 + 6 മെയിൻ ആയിട്ട് വരുന്നത്. ആ ഒരു ഏരിയയും നമുക്കൊരു ട്രയാങ്കിൾ ആക്കിയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. നെക്സ്റ്റ് 4 + 1, അതായത് ഈ ഒരു ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രയാങ്കിൾ കിട്ടും. നെക്സ്റ്റ് ലാസ്റ്റ് 1 + 4 + 6, അതായത് ഈ ഒരു ഡയഗണലിന്റെ താഴത്തുള്ള ഏരിയ മൊത്തം ലാസ്റ്റ് ഒരു ട്രയാങ്കിൾ ആക്കിയിട്ട് അങ്ങനെ 1, 2, 3, 4, 5, 6 ഇവിടെ 6 വന്നു. 7, 8, 9, 10, 11, 12, 13, 14, 15 ട്രയാങ്കിൾസ് നമുക്ക് ആ ഒരു ഫിഗറിൽ നിന്ന് കിട്ടും. ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഫൈൻഡ് ദി മിസ്സിംഗ് ടേം ഇൻ ദ ഗിവൺ സീരീസ്. താഴെ തന്നിരിക്കുന്ന സീരീസിൽ നിന്ന് മിസ്സിംഗ് ടേം, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ടേം മിസ്സിംഗ് ആണല്ലേ, ആ ഒരു ടേം ഏതായിരിക്കും എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സീരീസ് നമുക്ക് നോക്കാം. 4, 9, 17, 35, അടുത്തൊരു ടേം ഇല്ല. 139, 277. ഓക്കെ, 4ൽ നിന്ന് എങ്ങനെ 9ലേക്ക് വന്നു, ജസ്റ്റ് നോക്കാം. 4 × 2 + 1, 4 × 2 എന്ന് പറയുമ്പോൾ 8 ആണ്. 8 + 1 = 9 ആൻസർ കിട്ടും. നെക്സ്റ്റ് നോക്കാം. 9 × 2 = 18, 18 - 1 = 17. അപ്പൊ ആദ്യം × 2 + 1 വന്നു, അതിനുശേഷം × 2 - 1 വന്നു. എന്നാണെങ്കിൽ നെക്സ്റ്റ് നോക്കാം. 17 × 2 + 1 ആയിരിക്കും. അപ്പൊ 34 നമുക്ക് ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വരുന്നത് 17 × 2 + 1 ആയിരിക്കും. 34 + 1 35 നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്ത് വരും, 35 × 2 - 1 വരും. 35 × 2 70 ആണ്. 70 - 1 69 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ 4 69 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ ഹാസ് എ സ്റ്റേറ്റ്മെന്റ് ആൻഡ് 2 ആർഗ്യുമെന്റ്സ്. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിന്റെ താഴെ ആയിട്ട് 2 ആർഗ്യുമെന്റ് ഉണ്ട്. അപ്പൊ അതിൽ ഏതൊക്കെ ആർഗ്യുമെന്റ് സ്ട്രോങ് ആണ്, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആർഗ്യുമെന്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് കണ്ടെത്തേണ്ടത്. ഡിസൈഡ് വിച്ച് ആർഗ്യുമെന്റ് ഈസ് സ്ട്രോങ് ആൻഡ് വിച്ച് വൺ ഈസ് വീക്ക് ആർഗ്യുമെന്റ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഷുഡ് ദ ഗവൺമെന്റ് ഡിസ്പെൻസ് വിത്ത് ഇമ്പോർട്ട് ഡ്യൂട്ടി ഓൺ
ഇലക്ട്രിക് കാർസ്. അതായത് ഇലക്ട്രിക് കാർസിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഗവൺമെന്റ് ഡിസ്പെൻസ് ചെയ്യണോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ പോലെയാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആർഗ്യുമെന്റ്സ് ആയിട്ട് പറയുന്ന കാര്യം ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോ ഫസ്റ്റത്തെ ആർഗ്യുമെന്റ് നമ്മൾ നോക്കാം. നോ, ദി ലോക്കൽ മാനുഫാക്ചറർ may not be able to compete with ഫോറിൻ മാനുഫാക്ചറർ. അപ്പോ തീർച്ചയായിട്ടും ആ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇമ്പോർട്ടഡ് ഐറ്റംസിന്റെ വില കുറയുകയും നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ട്സിന് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ട് നമ്മൾ മേക്ക് ചെയ്യുന്ന സാധനങ്ങൾക്ക്, എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഇലക്ട്രിക് കാർസ് ആണ്, അതിനെന്ത് ചെയ്യും, അത്ര മാർക്കറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അത് എക്കണോമിനെ ബാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ മാനുഫാക്ചേഴ്സിനെയും ലോക്കൽ മാനുഫാക്ചേഴ്സിനെയും അത് തീർച്ചയായിട്ടും ബാധിക്കും. അപ്പൊ താരതമ്യേന നമ്മുടെ ലോക്കൽ മാർക്കറ്റിനേക്കാളും മികച്ച ടെക്നോളജിയിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആൾക്കാർ നമ്മുടെ ലോക്കൽ സംഭവങ്ങളെക്കാളും പൈസ കുറവായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് തന്നെ അത് പ്രിഫർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അത് ഡൊമസ്റ്റിക് മാർക്കറ്റിന്റെ ഒരു സെറ്റ് ബാക്കിന് കാരണമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ അതൊരു സ്ട്രോങ് ആർഗ്യുമെന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു റീസൺ പറയുന്നത് ഇറ്റ് വിൽ ലീഡ് ടു റിഡക്ഷൻ ഇൻ ഗവൺമെന്റ് ഇൻകം വിച്ച് വിൽ അഫക്ട് ദി ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്. അതൊരു കൺവിൻസിംഗ് റീസൺ ആയിട്ട് തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ആർഗ്യുമെന്റ് ആയിട്ട് നമുക്ക് അതിനെ കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 only one is strong argument എന്നുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് only one is strong argument എന്നുള്ളതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. ബാക്കി സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.